ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഹോർമോൺസ് ഇൻ ടാർഗറ്റ് സെൽ, നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഹോർമോൺ ഇൻ ടാർഗറ്റ് സെൽ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഓരോ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചും ആ എൻഡോക്രൈൻ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡാണ് പാൻക്രിയാസ്. ഓക്കെ, നോക്കൂ, പാൻക്രിയാസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചതാണ് 9th അല്ലേ? ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പാൻക്രിയാസിനെ കുറിച്ച് പഠിച്ചത്? 9th സെക്കൻഡ് ചാപ്റ്ററിൽ ഡൈജഷൻ അല്ലേ? അപ്പോൾ അതിൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് പാൻക്രിയാസ്. ഓക്കെ, എവിടെയാണ് പാൻക്രിയാസ് കാണുന്നത്? ഇറ്റ് ഈസ് ദ ഗ്ലാൻഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഡുവോഡിനം, ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. അതായത് സ്റ്റൊമക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഡുവോഡിനത്തിനോട് ചേർന്നാണ് പാൻക്രിയാസ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡാണ് പാൻക്രിയാസ്. ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് പാൻക്രിയാസ്. ഓക്കെ, അപ്പോൾ സ്ക്രീനിലേക്കൊന്ന് നോക്കുക. പാൻക്രിയാസിലുള്ള സെൽ ക്ലസ്റ്ററാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പാൻക്രിയാസിലുള്ള സെൽ ക്ലസ്റ്ററിനെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ തന്നെ 2 ടൈപ്സ് ഓഫ് സെൽസ് കാണാം. 2 ടൈപ്സ് ഓഫ് സെൽ ക്ലസ്റ്റേഴ്സ് കാണാം. ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ്. ഈ ആൽഫ സെൽസും ബീറ്റ സെൽസും ഡിഫറെൻറ്റ് ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ, ശ്രദ്ധിക്കൂ. The beta cells of islets of Langerhans in pancreas produce the hormone insulin, and the alpha cells of Langerhans in pancreas secrete the hormone glucagon. ഓക്കെ, ഈ 2 ഹോർമോൺസും എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്നറിയോ? ഈ 2 ഹോർമോണും നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യണത്. നോക്കൂ, നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്നറിയോ? സ്ക്രീനിലേക്കൊന്ന് നോക്കിയേ. 70 to 110 മില്ലിഗ്രാം ആണ് 100 ml ഉണ്ടായിരിക്കേണ്ട ഗ്ലൂക്കോസിൻ്റെ ലെവൽ. അപ്പോൾ എത്രയാണ് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്? 70 to 110 milligram per 100 ml. ഓക്കെ, ഈ ലെവലിൽ നിന്ന് കൂടുകയോ അതുപോലെ കുറയുകയോ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യണില്ല. അത് 2 കൂടെ കുറയുകയോ ചെയ്യാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഏത് ഹോർമോണാണ്? ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ് ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അതിൻ്റെ മുന്നേ ഗ്ലൂക്കോസ് എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പഠിച്ചതല്ലേ? അത് നിങ്ങൾ ഡൈജഷൻ എന്നുള്ള ചാപ്റ്ററിൽ 9th പഠിച്ചതാണ്. ഡൈജഷനിലൂടെ ഉണ്ടായ ഒരു സിമ്പിൾ ന്യൂട്രിയൻ്റാണ് ഗ്ലൂക്കോസ്. അതായത് എനർജി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ന്യൂട്രിയൻ്റാണ് ഗ്ലൂക്കോസ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഡൈജഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് ബ്ലഡിലൂടെ അത് സെൽസിലെത്തി സെല്ലിലാണ് ഈ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. സെല്ലിൽ ഈ ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാലാണ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഗ്ലൂക്കോസിൻ്റെ ലെവല് സെല്ലിലേക്ക് കൂടുതലായിട്ട് എത്താനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യണത് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്ന 2 ഹോർമോൺസ് ആണ്. ഓക്കെ, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് കൂടുതലാവുമ്പോൾ, നോർമൽ ലെവലിൽ നിന്നും ഹൈ ആവുമ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യും?
ഇറ്റ് റെഗുലേറ്റ് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ടു പ്രിവെൻറ്റ് ഇറ്റ്സ് ഇൻക്രീസ്. അത് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, ക്രമീകരിച്ച് കൊണ്ടുപോവുകയാണ് ഇൻസുലിൻ ചെയ്യുക. അതുപോലെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ലെവലിൽ നിന്നും ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കഗോൺ റെഗുലേറ്റ് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ടു പ്രിവെൻറ്റ് ഇറ്റ്സ് ഡിക്രീസ്. വല്ലാണ്ട് കുറയാതെ നോക്കുകയാണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം ആക്ഷനിലൂടെയാണ് ഈ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഈ ഒരു ഫങ്ഷൻ നിർവഹിക്കുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 42 ഇല്ലുസ്ട്രേഷൻ 3.2 ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ ഒന്ന് നോക്കുക. സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോസിൻ്റെ ലെവല് നോർമൽ ലെവലിൽ നിന്നും ഹൈ ആയി കഴിഞ്ഞാലാണ് ഇൻസുലിൻ പ്രവർത്തിക്കുക. ഓക്കെയോ? അപ്പോൾ ഇൻസുലിൻ എന്താ ചെയ്യുക? ഇൻസുലിൻ്റെ അതായത് കൂടിയ അവിടെ ഗ്ലൂക്കോസിൻ്റെ ലെവല് ഹൈ ആയി കഴിഞ്ഞാൽ അതിനെ കുറച്ച് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു ആക്ഷനാണ് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. അതായത് സെല്ലിലേക്ക് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കൂടുതലായിട്ട് കടത്തിവിടുക എന്നുള്ളത്. കൂടുതലായിട്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സെല്ലിലേക്ക് കിടക്കുന്നത് ത്വരിതപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ, that is the one action of insulin, cellular uptake of glucose molecules. Second action of insulin is to convert glucose into glycogen in the liver and muscles. അതായത് പിന്നെയും കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ആ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ ലിവറിലും മസിൽസിലൊക്കെ വെച്ച് ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ആക്ഷനിലൂടെ ആ ഹൈ ആയ ഗ്ലൂക്കോസിൻ്റെ ലെവല് കുറച്ച് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇൻസുലിന് സാധിക്കും. അപ്പം നെക്സ്റ്റ്, ഗ്ലൂക്കഗോൺ എപ്പോഴാണ് പ്രവർത്തിക്കുക? ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവല് നോർമൽ ലെവലിൽ നിന്നും കുറഞ്ഞു കഴിഞ്ഞാൽ, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൂട്ടി നോർമൽ ലെവലിലേക്ക് എത്തിക്കുകയല്ലേ ഗ്ലൂക്കഗോൺ ചെയ്യേണ്ടത്. അതിനു വേണ്ടി ചെയ്യുന്ന 2 ആക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, കൺവേർട്ട്സ് ദ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. അതായത് നേരത്തെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടിയപ്പോൾ കൂടിയ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി ലിവറിലും മസിൽസിലും ഒക്കെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി അഥവാ ബ്ലഡിൽ കുറവ് വരുമ്പോൾ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ആ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ എന്താക്കി കൺവേർട്ട് ചെയ്യും? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും. ലിവറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യും. രണ്ടാമത്തെ ആക്ഷൻ എന്താണ്? ഇറ്റ് സിന്തസൈസസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. അതായത് അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് ആക്ഷനിലൂടെ ഗ്ലൂക്കോസിൻ്റെ ലെവല് കുറഞ്ഞ ലെവലിനെ കൂട്ടി നോർമലിലേക്ക് എത്തിക്കാനായിട്ട് ഗ്ലൂക്കഗോണിന് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ ഇൻസുലിനാണ് ആക്ട് ചെയ്യുക. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ, ഡിക്രീസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കഗോൺ അവിടെ ആക്ട് ചെയ്യുക. അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ ആ ഇൻസുലിൻ്റെ ആക്ഷൻസാണ് എന്തൊക്കെ? cellular uptake of glucose molecules and converts glucose into glycogen in the liver and muscles. ഈ രണ്ട് ആക്ഷനിലൂടെ ആ കൂടിയ ഗ്ലൂക്കോസ് ലെവലിനെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻസുലിന് സാധിക്കും. ഇനി ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ലെവലിൽ നിന്നും ഡിക്രീസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കഗോൺ ആണ് അവിടെ ആക്ട് ചെയ്യുക. ഗ്ലൂക്കഗോണിൻ്റെ രണ്ട് ആക്ഷൻസ് ആണ്. ഇറ്റ് കൺവേർട്സ് എ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. അതായത് ലിവറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആ കുറവ് അവിടെ നികത്തപ്പെടും. പിന്നെ ഒന്ന്, അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സിന്തസൈസസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. ഈ ഫങ്ഷനിലൂടെയാണ് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ 70 to 110 മില്ലിഗ്രാം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, ഇൻസുലിൻ ഗ്ലൂക്കഗോൺ എന്ന 2 ഹോർമോൺസിൻ്റെ ഹെൽപ്പോടെ. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ലെവല് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് പറയുക ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുക. പ്രമേഹം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാൻ എന്തായിരിക്കും കാരണം എന്നുള്ളതൊന്ന് നോക്കാം.
അപ്പോൾ നമുക്കറിയാം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഈ ബീറ്റ സെൽസിന് എന്തെങ്കിലും വല്ല തകരാറും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ എന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അത് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് ഹൈ ആവാൻ കാരണമാവുകയും ചെയ്യും. മനസ്സിലായോ? ഈ ഒരു അവസ്ഥയ്ക്കാണ് എന്ത് പറയുക, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നൊന്ന് നോക്കി നോക്കാം നമുക്ക്. ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റ സെൽസ്, the production of insulin decreased. It raises the level of glucose in blood. Okay, in this condition excess glucose in the blood is expelled through urine. അതായത് ഈ ഗ്ലൂക്കോസിൻ്റെ ലെവല് ബ്ലഡിൽ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ അധികമുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും, യൂറിനിലൂടെ പുറന്തള്ളപ്പെടും. ഓക്കെ, അതായത് നോർമൽ കേസിൽ യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കില്ല. ഡയബറ്റീസ് ഉള്ളവരിൽ യൂറിനിൽ എന്തുണ്ടായിരിക്കുള്ളൂ, ഗ്ലൂക്കോസിൻ്റെ അംശം കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡയബറ്റീസ് പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക എങ്ങനെയാണ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, യൂറിനും ടെസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ്, അതായത് നോർമൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നോക്കും, പിന്നെ ഫാസ്റ്റിങ്ങിലും നോക്കും, ഫുഡ് കഴിക്കണതിൻ്റെ മുന്നേയും നോക്കും. അപ്പോൾ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റിൽ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ 126 മില്ലിഗ്രാം ആണ് 100 മില്ലി ലിറ്ററിൽ ഉണ്ടാവേണ്ടത്. അതിലും ഹൈ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, ഡയബറ്റീസ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ. അതുപോലെ യൂറിനിലും ഗ്ലൂക്കോസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും, ഡയബറ്റീസ് ആണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ടോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു 2 ടെസ്റ്റ് ട്യൂബിലേക്ക് സാമ്പിൾ യൂറിൻ എടുക്കുക. അതിപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാളുടെയും ഡയബറ്റീസ് ഇല്ലാത്ത ഒരാളുടെയും യൂറിൻ എടുത്തു കഴിഞ്ഞാൽ, ടെസ്റ്റ് ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ, ആ 2 ടെസ്റ്റ് ട്യൂബിലെടുത്ത യൂറിൻ സാമ്പിളിലേക്കും ബെനഡിക്ട് റിയേജൻറ്റ് ആഡ് ചെയ്ത് അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയബറ്റീസ് ഇല്ലാത്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബെനഡിക്ട് റിയേജൻറ്റിന് ഒരു ബ്ലൂ കളറാണ് ഉള്ളത്. അത് എത്ര ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബ്ലൂ കളറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഡയബറ്റീസ് ഉള്ള ആളിലെ യൂറിനിൽ ബെനഡിക്ട് റിയേജൻറ്റ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് യെല്ലോ കളറ്, ഓറഞ്ച് കളറ്, റെഡ് കളറ് ഇങ്ങനെയായിട്ട് കളറ് കാണാം. യെല്ലോ കളറാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും. ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. റെഡ് കളറാണെങ്കിൽ ഹൈ ആയിരിക്കും ഗ്ലൂക്കോസിൻ്റെ ലെവൽ. അപ്പോൾ ഇങ്ങനെ ബെനഡിക്ട് ടെസ്റ്റിലൂടെ യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. പിന്നെ ഡയബറ്റീസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവല് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യും. അതാണ് പറഞ്ഞത്, ബിഫോർ ബ്രേക്ക്ഫാസ്റ്റിൽ 126 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്ററേ വരാവൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ്, അതായത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ലെവലാണ് 70 to 110 മില്ലിഗ്രാം. ഓക്കെ, അപ്പോൾ അതിലും കൂടുതലുണ്ടെങ്കിലും ഡയബറ്റീസ് ഉണ്ടെന്ന് നമുക്ക് തീർച്ചയാക്കാം. ഓക്കെ, അപ്പോൾ ഡയബറ്റീസിന് കാരണം എന്താണ്? ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റ സെൽസ്, the production of insulin decreased. It raises the level of glucose in blood. This disease is called diabetes mellitus. In this condition, excess glucose in the blood is expelled through urine.
ഇനി നമുക്ക് ഈ ഡയബറ്റീസ് മെലിറ്റസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിംറ്റംസ് ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ് ആൻഡ് തേഴ്സ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആർ ദ മേജർ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്. Increased appetite and thirst and frequent urination are the major symptoms of diabetes. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എൻഡോക്രൈൻ ഗ്ലാൻഡായ പാൻക്രിയാസിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെൽസ് ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിലെ നോട്ട്സ് എഴുതേണ്ടത് പേജ് നമ്പർ 43-ലെ ഇൻഡിക്കേറ്റേഴ്സ്, 2 ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ദെയർ ആൻസേഴ്സ്. പിന്നെ പേജ് നമ്പർ 42-ലെ ഇല്ലസ്ട്രേഷൻ 3.3 മെത്തേഡ് ഓഫ് റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ.